അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഏവർക്കും എജുപോർട്ടിൻ്റെ പുതിയൊരു അറബി ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പരീക്ഷയ്ക്ക് പൊതുവെ കണ്ടുവരാറുള്ള ഒരു പ്രവർത്തനമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. നഖറ അൽ ബയാനാത്ത് ഷഖ്സിയ വനുഇദു മിൻഹാ തർജമത്തുൽ ഹയാത്ത് ലിസയ്യിദ് വൈക്കം മുഹമ്മദ് ബഷീർ. നമുക്ക് നൽകിയിട്ടുള്ള ബയാനാത്തു ഷഖ്സിയ ശ്രദ്ധിക്കുക, എന്നിട്ട് തർജുമത്തുൽ ഹയാത്ത് തയ്യാറാക്കുക എന്നതാണ് ചോദ്യം. നമുക്ക് ഒരു ബയാനാത്തു ഷഖ്സിയ എന്നാൽ ബയോഡാറ്റ നമുക്ക് നൽകിയിട്ടുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കിയ ശേഷം തർജുമത്തുൽ ഹയാത്ത് എഴുതുവാനാണ് നമുക്ക് നൽകിയിട്ടുള്ള ചോദ്യം. എങ്ങനെയാണ് ഒരു തർജുമത്തുൽ ഹയാത്ത് ജീവചരിത്രം എഴുതുക എന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് തർജുമത്തുൽ ഹയാത്ത് അഥവാ ജീവചരിത്രം തയ്യാറാക്കുക? അതിന് നമുക്ക് നൽകിയിട്ടുള്ള വിവരങ്ങളെ നല്ല രീതിയിൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. സാർ ഒന്ന് വായിച്ചു തരാം, നിങ്ങളും കൂടെ വായിച്ച് ചോദ്യത്തിൽ തന്ന കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അൽ ഇസ്മുൽ കാമിൽ, പൂർണ്ണ നാമം, മുഴുവൻ പേര് വൈക്കം മുഹമ്മദ് ബഷീർ. എന്താണ് പൂർണ്ണമായ നാമം? വൈക്കം മുഹമ്മദ് ബഷീർ. താരീഖുൽ മീലാദ് എന്ന് വച്ചാൽ ജനിച്ച താരീഖ്, ഡേറ്റ് എന്നാണ് അർത്ഥം. എന്നാണ് അദ്ദേഹം ജനിക്കുന്നത്? 1905 യനായർ, അതായത് നവംബർ 19 വൈക്കം മുഹമ്മദ് ബഷീർ ജനിക്കുന്നത്. മക്കാനുൽ മീലാദ്, എവിടെയാണ് വൈക്കം മുഹമ്മദ് ബഷീർ ജനിക്കുന്നത്? തലയോലപ്പറമ്പിലാണ് ആര് ജനിക്കുന്നത്? വൈക്കം മുഹമ്മദ് ബഷീർ ജനിക്കുന്നത്. ജിൻസിയ, അദ്ദേഹം ഏത് രാജ്യക്കാരനാണ് എന്നാണ് ജിൻസിയ, നാഷണാലിറ്റി എന്ന പദം സൂചിപ്പിക്കുന്നത്. അദ്ദേഹം ഒരു ഇന്ത്യക്കാരനാണ്, ഇന്ത്യക്കാരനാണ്. ഇസ്മുൽ വാലിദ്, പിതാവിൻ്റെ പേര് അബ്ദുറഹ്മാൻ. ഇസ്മുൽ വാലിദ, മാതാവിൻ്റെ പേര് കുഞ്ഞാത്തുമ്മ. അൽ-ലഖബ്, സ്ഥാനപ്പേര് അല്ലെങ്കിൽ വിളിപ്പേര് എന്നൊക്കെയാണ് അർത്ഥം. ബേപ്പൂർ സുൽത്താൻ എന്ന പേരിലാണ് വൈക്കം മുഹമ്മദ് ബഷീർ അറിയപ്പെട്ടത്. മറ്റൊന്ന് താരീഖുൽ വഫാത്ത്, മരണപ്പെട്ട ഡേറ്റ് അല്ലെങ്കിൽ മരണപ്പെട്ട വർഷം 1994 ജൂലൈ 5. അടുത്തത് മക്കാനുൽ വഫാത്ത്, എവിടെയാണ് മരണപ്പെട്ടത് എന്നാണ്. എവിടെയാണ് വൈക്കം മുഹമ്മദ് ബഷീർ മരണപ്പെട്ടത്? ബേപ്പൂരിലാണ്. മുഅല്ലഫാത്ത്, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ. വൈക്കം മുഹമ്മദ് ബഷീറിന് ഒരുപാട് കൃതികളുണ്ട്, അതിൽ 2 കൃതികൾ മാത്രമേ നമുക്ക് ചോദ്യത്തിൽ നൽകിയിട്ടുള്ളൂ. നോക്കാം. അൽ മുഅല്ലഫാത്ത് എന്ന് വെച്ചാൽ രചനകൾ, കൃതികൾ എന്നൊക്കെയാണ് അർത്ഥം. ഷാത്തു ഫാത്തിമ, നിങ്ങൾ നോക്കൂ, ഷാത്ത് ആട്, ഫാത്തിമയുടെ ആട്. മലയാളത്തിലേക്ക് വരുമ്പോൾ എങ്ങനെ വരും? പാത്തുമ്മയുടെ ആട്. മറ്റൊന്ന് കാനലി ജദ്ദി ഫീലുൻ, കാന ഉണ്ടായിരുന്നു, ലി ജദ്ദി എൻ്റെ ജദ്ദിനുണ്ടായിരുന്നു എന്ത്? ഫീലുൻ, ആന. എൻ്റെ ഉപ്പൂപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു. ഈ 2 കൃതികളാണ് നമുക്ക് അവിടെ മുഅല്ലഫാത്തായിട്ട് നൽകിയിട്ടുള്ളത്. നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ബയാനാത്തു ഷഖ്സിയ വായിച്ചുകൊണ്ട്, ഈ ഒരു ബയോഡാറ്റ വായിച്ചുകൊണ്ട് തർജുമത്തുൽ ഹയാത്തിലേക്ക് അതിനെ മാറ്റുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ട കുട്ടികളെ, തർജുമത്തുൽ ഹയാത്തിന്, ജീവചരിത്രത്തിന് കൃത്യമായ ഒരു ഫോർമാറ്റ് ഉണ്ട്, കൃത്യമായ ഒരു ഘടനയുണ്ട്. ആ ഘടന എപ്രകാരമാണ് എന്നാണ് സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത്. മുകളിൽ എന്ത് വേണം? പേര് വേണം. പിന്നെയോ കാന വെച്ചിട്ടാണ് തുടങ്ങേണ്ടത്. കാന കഴിഞ്ഞിട്ട് ഇസ്മുൽ കാമിൽ, എന്താണ് അയാളുടെ പൂർണ്ണ നാമം എന്ന് വേണം. എന്താണ് മുഴുവൻ പേര്? ഇനി ഒരു കഥാകാരനാണെങ്കിൽ അല്ലെങ്കിൽ പണ്ഡിതനാണെങ്കിൽ എന്താണ് അവിടെ ഉപയോഗിക്കേണ്ടത് എന്ന് ഇവിടെ നൽകിയിട്ടുണ്ട്. ഒരു കവിതയ്ക്ക് എഴുതുന്ന ഒരാളാണ് എങ്കിൽ, കവിയാണ് എങ്കിൽ നമുക്ക് ഷാഇറൻ മഷ്ഹൂറൻ എന്ന് ഉപയോഗിക്കാം. ഒരു പണ്ഡിതനാണ് എങ്കിൽ ആലിമൻ മഷ്ഹൂറൻ എന്ന് നമുക്ക് ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് എവിടെയാണ് വുലിദ ഫി സനതി എന്ന് എഴുതിയിട്ട് നമുക്ക് നേരത്തെ തന്നിട്ടുള്ള
നമുക്ക് നേരത്തെ തന്നിട്ടുള്ള താരിഖുൽ മീലാദ് അതുപോലെ എഴുതി വെച്ചാൽ മതി. ഇങ്ങനെ എളുപ്പത്തിൽ എങ്ങനെ ആ 5 മാർക്ക് സ്വന്തമാക്കാം, ആ എ ഗ്രേഡ് നേടിയെടുക്കാം എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് പാഠഭാഗത്തിലേക്ക്, ഈ ഒരു പ്രവർത്തനത്തിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമ്മൾ ഇസ്മ എഴുതണം. ഒരു തലക്കെട്ട് വേണം. തർജുമത്തുൽ ഹയാത്തിന് ഒരു തലക്കെട്ട് വേണം. നമ്മളിവിടെ എന്താണ് തലക്കെട്ടായി കൊടുക്കുക? ഒന്നുകിൽ നമുക്ക് തർജുമത്തുൽ ഹയാത്ത് എന്ന് തലക്കെട്ട് കൊടുക്കാം, ഹെഡിങ് കൊടുക്കാം. അല്ല എങ്കിൽ ആരുടെ തർജുമത്തുൽ ഹയാത്താണോ നമ്മൾ എഴുതുന്നത് അയാളുടെ പേര് നമുക്ക് ഹെഡിങ് ആയിട്ട് കൊടുക്കാം. അതുകൊണ്ട് ഇവിടെ ഇസ്മുൻ എന്നുള്ള ഭാഗത്ത് ഒരു അടിവരക്ക് നിങ്ങൾക്ക് കാണുന്നുണ്ട്. ആ ഇസ്മുന്റെ ഭാഗത്ത് ഞാൻ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് എഴുതുകയാണ്. കാരണം നമ്മൾ തയ്യാറാക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബയോഡാറ്റയാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബയോഡാറ്റയല്ല, തർജുമത്തുൽ ഹയാത്ത് ജീവചരിത്രമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. പേര് കൊടുത്തു വൈക്കം മുഹമ്മദ് ബഷീർ. അടുത്തതായിട്ട് എങ്ങനെയാണ് നമ്മൾ ആരംഭിക്കേണ്ടത് എന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കട്ടോ. ഓക്കെ മക്കള്, ഇവിടെ ശ്രദ്ധിക്കുക. നമ്മള് ബയാനാത്തു ശഖ്സിയയിൽ ആദ്യം കാണുന്നത് അൽ ഇസ്മുൽ കാമിൽ എന്നാണ്. ഒന്നാമതായിട്ട് നമുക്ക് എന്ത് കാണാം? അൽ ഇസ്മുൽ കാമിൽ എന്ന് കാണാം. നമ്മൾ ആ ബയാനാത്തു ശഖ്സിയയെ തർജുമത്തുൽ ഹയാത്തിലേക്ക് മാറ്റുമ്പോൾ ആ ഇസ്മുൽ കാമിൽ എന്നുള്ള അവിടെ നമ്മൾ എന്ത് കൊടുക്കുക എന്നറിയോ? ആ ഇസ്മുൽ കാമിൽ എന്നതിന്റെ മുമ്പില് നമ്മൾ ഒരു കാന വെക്കും. കാന, കാന എന്ന് വെച്ചാൽ ആയിരുന്നു. നമുക്ക് നോക്കാം. കാന കാന വൈക്കം മുഹമ്മദ് ബഷീർ. ഇസ്മുൽ കാമിലിന് മുമ്പ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? കാന എന്ന് ഉപയോഗിക്കുന്നു. കാന വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീർ ആയിരുന്നു. വൈക്കം മുഹമ്മദ് ബഷീർ ആരായിരുന്നു? അതെ, പണ്ഡിതനായിരുന്നു, അതല്ല ഷായിറായിരുന്നു. വൈക്കം മുഹമ്മദ് ബഷീർ ഒരു ഷായിറായിരുന്നു. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആലിമൻ എന്നത് അവിടെ നിന്ന് വെട്ടിക്കളയാം. നമുക്ക് ആലിമൻ എന്നത് അവിടെ നിന്ന് ഒഴിവാക്കാം. നമുക്ക് ആലിമൻ വേണ്ട. നമുക്ക് വൈക്കം മുഹമ്മദ് ബഷീർ ഷായിറൻ മഷ്ഹൂറൻ, അറിയപ്പെടുന്ന ഒരു കവിയായിരുന്നു, കഥാകൃത്തായിരുന്നു. ആര്? വൈക്കം മുഹമ്മദ് ബഷീർ. ആദ്യത്തെ സെന്റൻസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? മുൻപിൽ കാന വെച്ചു കൊടുക്കുന്നു. ഓക്കെ, രണ്ടാമത്തെ സെന്റൻസിലേക്ക് നമുക്ക് നോക്കാം. താരീഖുൽ മീലാദ്. താരീഖുൽ മീലാദ് എന്ന് വെച്ചാൽ ജനന തീയതി. ജനന തീയതി എന്നാണ് താരീഖുൽ മീലാദ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. താരീഖുൽ മീലാദ് എങ്ങനെയാണ് നമ്മൾ തർജുമത്തുൽ ഹയാത്തിലേക്ക് എഴുതേണ്ടത് എന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. നോക്കൂ, വുലിദ ഫിസ്സനതി, അദ്ദേഹം ജനിച്ചു. എന്താണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? വുലിദ ഫിസ്സനതി എന്ന് പറയുന്ന പ്രയോഗം നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഉപയോഗിക്കണം. വുലിദ ഫിസ്സനതി, അദ്ദേഹം ജനിച്ചു. ഏത് വർഷമാണ് അദ്ദേഹം ജനിച്ചത്? അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ള താരീഖുൽ മീലാദ് അവിടെ എഴുതി കൊടുക്കാം. വുലിദ ഫിസ്സനതി എന്ന് എഴുതിയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ള താരീഖുൽ മീലാദ് നമ്മൾ അവിടെ എഴുതി കൊടുക്കാൻ പോവാണ്. ഏതാണ് ആ താരീഖുൽ മീലാദ്? 1905 യനായർ 19. യനായർ 19 എന്ന് വെച്ചാൽ യനായർ ജനുവരി മാസം. ജനുവരി മാസം 19-ാം തീയതിയാണ് അദ്ദേഹം ജനിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ആ ചോദ്യ പേപ്പറിൽ ഒരു സാധനം കൂടെ നമുക്ക് കാണാൻ പറ്റും. എന്താണത്? മക്കാനുൽ മീലാദ്, ജനന സ്ഥലം. എവിടെയാണ് വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്ന് നമ്മുടെ ബയാനാത്തു ശഖ്സിയയിലുണ്ട്. അതുകൂടെ നമ്മൾ എങ്ങോട്ട് ഉൾപ്പെടുത്തുകയാണ്? തർജുമത്തുൽ ഹയാത്തിലേക്ക് ഉൾപ്പെടുത്തുകയാണ്. എവിടെയാണ്? ഫി എന്ന പ്രയോഗം നടത്തിയ ശേഷം നമ്മൾ അത് എഴുതുന്നു. ഫി തലയോല പറമ്പ്. തലയോല പറമ്പിലാണ് ആര് ജനിക്കുന്നത്? വൈക്കം മുഹമ്മദ് ബഷീർ ജനിക്കുന്നത്. നോക്കൂ, ഞാൻ ഇതുവരെ ഉള്ളതൊന്ന് വായിച്ചു തരാം. കാന വൈക്കം മുഹമ്മദ് ബഷീർ ഷാഇറൻ മഷ്ഹൂറൻ.
വുലിദ ഫിസനതി 1905 ജനായർ 19 ഫി തലയോലപ്പറമ്പ്. തലയോലപ്പറമ്പിലാണ് ആര് ജനിക്കുന്നത്? വൈക്കം മുഹമ്മദ് ബഷീർ ജനിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് നൽകിയിട്ടുള്ളത് പിതാവിന്റെ പേരാണ്. നമുക്ക് പിതാവിന്റെ പേര് ഇതിൽ അടയാളപ്പെടുത്തണം. എങ്ങനെയാണ് പിതാവിന്റെ പേര് നമുക്ക് അടയാളപ്പെടുത്തുക? ഒന്നെങ്കിൽ ഇസ്മു വാലിദുഹു എന്ന് വെച്ചിട്ട് നമുക്ക് തർജുമത്തുൽ ഹയാത്തിലേക്ക് ചേർത്ത് എഴുതാം. അല്ല എങ്കിൽ നമുക്ക് എന്ത് എഴുതാന്നറിയോ? വാലിദുഹു, അദ്ദേഹത്തിന്റെ പിതാവ്. അദ്ദേഹത്തിന്റെ പിതാവ് ആരാണ്? അദ്ദേഹത്തിന്റെ പിതാവ് വാലിദുഹു എന്ന പ്രയോഗം ചെയ്ത ശേഷം നമുക്ക് പിതാവിന്റെ പേര് എഴുതാം. നമ്മളിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു പുരുഷനെ കുറിച്ചാണ്. നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന ഒരു പുരുഷനെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ പുരുഷനും സ്ത്രീക്കും അറബിയിൽ ചില പ്രത്യേകതകളുണ്ട്. പുരുഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിൽ നമ്മൾ അവിടെ ഹു ഉപയോഗിക്കും. എന്താണ്? ഹു ഉപയോഗിക്കും. എന്നാൽ സ്ത്രീയെ കുറിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിൽ നമ്മൾ എന്തുപയോഗിക്കും? ഹാ ഉപയോഗിക്കും. ക്ലിയർ ആണല്ലോ? എല്ലാവർക്കും അറിയാം എന്നാണ് കരുതുന്നത്. നമുക്ക് ബാക്കി നോക്കാം. വാലിദുഹു, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഹാ വെട്ടിക്കളയുന്നു. ഹാ എന്നത് വെട്ടിക്കളയാണ്, നമ്മൾ ഒഴിവാക്കുകയാണ്. ഇവിടെ ഒക്കെ ഹാ ഉണ്ട്. ഈ ഹാ ഒക്കെ എന്ത് ചെയ്യും? നമ്മൾ ഇവിടെ ഒരു ഹി ഉണ്ട്, ഇവിടെ ഒരു ഹാ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഒഴിവാക്കും. നമുക്ക് ഹു മതി. കാരണം നമ്മൾ സംസാരിക്കുന്നത് ആരെ കുറിച്ചാണ്? വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന പുരുഷനെ കുറിച്ചാണ്, ഒരു വ്യക്തിയെ കുറിച്ചാണ്. ഓക്കെ, നമുക്ക് നോക്കാം. വാലിദുഹു, അദ്ദേഹത്തിന്റെ പിതാവ് അബ്ദുറഹ്മാൻ. ആരാണ് അദ്ദേഹത്തിന്റെ പിതാവ്? അബ്ദുറഹ്മാൻ ആണ്. ഇനി വാലിദത്തുഹു, ഇസ്മുൽ വാലിദത്ത് നമ്മൾ എങ്ങനെയാണ് ജീവചരിത്രത്തിലേക്ക് തർജുമത്തുൽ ഹയാത്തിലേക്ക് ഉൾപ്പെടുത്തുന്നത് എന്ന് നോക്കാം. വാലിദത്തുഹു, അദ്ദേഹത്തിന്റെ മാതാവ് എന്ന് എഴുതിയതിനു ശേഷം, വാലിദത്തുഹു എന്ന് എഴുതിയതിനു ശേഷം നമ്മൾ എന്ത് എഴുതാണ്? ഇസ്മുൽ വാലിദത്ത്. ഇസ്മുൽ വാലിദത്ത് എന്ന് വെച്ചാൽ ആ മാതാവിന്റെ പേര് നമ്മൾ അവിടെ എഴുതുകയാണ്. കുഞ്ഞാത്തുമ്മ. എന്താണ് മാതാവിന്റെ പേര്? കുഞ്ഞാത്തുമ്മ. മറ്റൊരു ഭാഗത്തേക്ക് നമ്മൾ പോകുന്നു. അവിടെ നമ്മൾ ജിൻസിയ എന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ജിൻസിയ എന്ന് വെച്ചാൽ നാഷണാലിറ്റി. അതെങ്ങനെയാണ് ജീവചരിത്രത്തിൽ തർജുമത്തുൽ ഹയാത്തിൽ ഉൾപ്പെടുത്തുക എന്നാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് ഹുവ, കാരണം ഹിയ നമുക്ക് വേണ്ട, നമ്മൾ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചാണ് പറയുന്നത്. ഹുവ, അദ്ദേഹം, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ജിൻസി എഴുതുന്നു. അതായത് ഹുവ ഹിന്ദിയുൻ, അദ്ദേഹം ഇന്ത്യക്കാരനാണ്. ഹുവ ഹിന്ദിയുൻ എന്ന് നമ്മൾ ഉൾപ്പെടുത്തുന്നു. മറ്റൊന്ന് ലഖബ് നമ്മൾ കണ്ടിട്ടുണ്ട്. ലഖബ് നമുക്ക് എങ്ങനെ എഴുതാം? ലുഖിബബി. ലുഖിബബി എന്ന് എഴുതിയതിന് ശേഷം ലഖബ് നമുക്ക് എഴുതി കൊടുത്താൽ മതി. ഇവിടെ ലുഖിബബി, അദ്ദേഹം അറിയപ്പെട്ടത് എങ്ങനെയാണ്? ബേപ്പൂർ സുൽത്താൻ. ബേപ്പൂർ സുൽത്താൻ എന്നാണ് വൈക്കം മുഹമ്മദ് ബഷീർ അറിയപ്പെട്ടത്. മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് മുഅല്ലഫാത്തുഹു. മുഅല്ലഫാത്തുഹ എന്നത് ഞാൻ ഒഴിവാക്കുന്നു, കാരണം നമ്മൾ സംസാരിക്കുന്നത് പുരുഷന്മാരെ കുറിച്ചാണ്. മുഅല്ലഫാത്തുഹു, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകളാണ്, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതിയാണ്. മുഅല്ലഫാത്തുഹു എന്ന് എഴുതിയിട്ട് അദ്ദേഹത്തിന്റെ കൃതികൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ കോമയിട്ട് എഴുതിയാൽ മതി. നമുക്ക് നോക്കാം. ഷാത്തു ഫാത്തിമ, ഫാത്തുമ്മയുടെ ആട്. കാനലി ജദ്ദുൻ, എൻ്റെ ഉപ്പൂപ്പാക്കൊരു ആന ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നമ്മൾ തർജുമത്തുൽ ഹയാത്തിലേക്ക്, ജീവചരിത്രത്തിലേക്ക് ഉൾപ്പെടുത്തുന്നത്. തൂഫിയ ഫി സനതി, അദ്ദേഹം ഇന്ന വർഷം മരണപ്പെട്ടു എന്ന് എഴുതിയിട്ട് ഏത് വർഷമാണ് അദ്ദേഹം മരണപ്പെട്ടത് എന്ന് നമ്മൾ അവിടെ എഴുതണം. ഏത് വർഷമാണ് അദ്ദേഹം മരണപ്പെട്ടത്? 1994 ജൂലൈ 5-ാം തീയതിയാണ് വൈക്കം മുഹമ്മദ് ബഷീർ മരണപ്പെടുന്നത്. അതായത് ഖാമിസ് യൂലിയു 1994 മീലാദിയ എന്ന അറബിയിൽ പറയും. ഓക്കെ, 1994 ജൂലൈ 5-ാം തീയതിയാണ് വൈക്കം മുഹമ്മദ് ബഷീർ മരണപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് മരണപ്പെട്ട താരീഖ് നമ്മൾ കൊടുത്തു, താരീഖുൽ വഫാത്ത് നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ എന്തുകൂടെ എഴുതാൻ പോവാണ്? മക്കാനുൽ വഫാത്ത്. എവിടെ വച്ചാണ് അദ്ദേഹം മരണപ്പെട്ടത്? അദ്ദേഹത്തിന്റെ മക്കാനുൽ വഫാത്ത് ഏതാണ് എന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. എവിടെയാണ്? ബേപ്പൂരാണ് അദ്ദേഹത്തിന്റെ മക്കാനുൽ വഫാത്ത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ആ 5 മാർക്ക് നമുക്കുള്ളതാണ്.
ആ എ ഗ്രേഡ് നമുക്കുള്ളതാണ്. നമ്മൾ ആ സ്ട്രക്ചർ കൃത്യമായി ഓർത്ത് വെക്കുക. നമ്മൾ പൂർണ്ണമായിട്ടും എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ കാണുന്ന ഭാഗങ്ങളിലൊക്കെയാണ് നമ്മൾ മാറ്റം വരുത്തിയിട്ടുള്ളത്. നിങ്ങൾ വെള്ള കളറിൽ കാണുന്ന ആ ഭാഗം ശ്രദ്ധിക്കൂ. കാന ഷാഇറൻ മശ്ഹൂറൻ ഉലിദ ഫി സനതി ഫി വാലിദുഹു വാലിദതുഹു ഹുവ ലുഖിബ ബി മുഅല്ലഫാതുഹു തൂഫിയ ഫി സന ഫി. ഇത്രയും കാര്യങ്ങൾ അടങ്ങുന്നതാണ് അതിന്റെ സ്ട്രക്ചർ. ഇതിന്റെ ഇടയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, പുട്ടിൽ തേങ്ങ ഇടുന്ന പോലെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്ന ഓരോരോ കാര്യങ്ങൾ, ആ ചുവപ്പ് നിറത്തിൽ കാണുന്ന മുഴുവൻ സാധനങ്ങളും എവിടെ തന്നതാണ്, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്ന ഡീറ്റെയിൽസ് ആണ്, വിവരങ്ങളാണ്. അത് നമ്മൾ ഓരോന്ന് അതിന് യോജിച്ച സ്ഥലങ്ങളിലേക്ക് കയറ്റി കൊടുക്കുന്നു എന്ന് മാത്രം. അപ്പൊ എവിടെയാണ് കയറ്റേണ്ടത് എന്ന് നമ്മൾ മുമ്പ് ഒരു സ്ലൈഡിൽ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. എന്താണ്, എവിടൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നോക്കൂ, മനസ്സിലാക്കുന്നുണ്ടോ? ഇതൊന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രത്യേകം ഫോട്ടോ എടുത്തോ സ്ക്രീൻഷോട്ട് എടുത്തോ വെക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? നമുക്ക് ഇതാണ് നമ്മുടെ ബാക്കിയുള്ള ഔട്ട്പുട്ട്. ഇതാണ് നമ്മുടെ പരീക്ഷ പേപ്പറിൽ ഉണ്ടാകേണ്ട സാധനം. ഓക്കെ, ഞാനൊന്ന് വായിച്ചു തരാം. വൈക്കം മുഹമ്മദ് ബഷീർ, നമ്മൾ ഹെഡിങ് കൊടുക്കുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. ക്യാന വൈക്കം മുഹമ്മദ് ബഷീർ ഷാഇറൻ മശ്ഹൂറൻ വുലിദ ഫി സനതി 19 1950 മീലാദിയ ഫി തലയോലപ്പറമ്പ്. ക്ഷമിക്കണം, 1905 ഫി തലയോലപ്പറമ്പ്. വാലിദുഹു അബ്ദുറഹ്മാൻ വ വാലിദതുഹു കുഞ്ഞാത്തുമ്മ ഹുവ ഹിന്ദിയുൻ ലുഖിബ ബി ബേപ്പൂർ സുൽത്താൻ മുഅല്ലഫാതുഹു ഷാത്തു ഫാത്തിമ കാന ലി ജദ്ദി ഫീലുൻ തൂഫിയ ഫി സനതി 5 യൂലിയു 1994 മീലാദിയ ഫി ബേപ്പൂർ. ഇതാണ് നമുക്ക് കിട്ടേണ്ട ഫൈനൽ ഔട്ട്പുട്ട്. മക്കൾക്ക് ക്ലിയർ ആണ് എന്ന് കരുതുന്നു. അപ്പൊ ആ ഒരു കൃത്യമായ സ്ട്രക്ചർ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം അറിഞ്ഞിരിക്കണം. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും മഅസ്സലാം.